വർണ്ണങ്ങളുടെ ഇതിഹാസമായി ബാലകൃഷ്ണന്റെ ജൈത്രയാത്ര 50 ആണ്ടിലേക്ക് കടക്കുന്നു. വൈകല്യത്തെ തന്റെ കഴിവുകൊണ്ട് തോൽപ്പിച്ച ഈ ചിത്രകാരൻ ഇതിനകം പൂർത്തിയാക്കിയത് 15,000-ലേറെ പോർട്രേറ്റുകളാണ്. ചരിത്രം രചിച്ചവരും ചരിത്രത്തിന് മുമ്പേ നടന്നവരുമായ ജനനായകരുടെ ജീവൻ തുടിക്കുന്ന മുഖങ്ങൾ ബാലകൃഷ്ണന്റെ തൂലികത്തുമ്പിൽ ഭദ്രം. ഇപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചിത്രരചനയിലാണ്. കഥകളി ലോകത്തെ അതുല്യ പ്രതിഭ തോന്നയ്ക്കൽ പീതാംബരന്റെ നവരസങ്ങൾ ക്യാൻവാസിലേക്ക് പകർത്തി ശ്രദ്ധയാകർഷിക്കുകയാണ് ബാലകൃഷ്ണൻ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബാലകൃഷ്ണന്റെ സർഗാത്മകതയ്ക്ക് പലപ്പോഴും തടസ്സമായിരുന്നെങ്കിലും തളരാത്ത മനസ്സും കലയോടുള്ള ഒടുങ്ങാത്ത ആവേശവും എല്ലാത്തിനും വഴിമാറിക്കൊടുത്തു. കുട്ടിക്കാലത്ത് ഒരു അപകടത്തിൽപ്പെട്ട് വലതു കൈയും കേൾക്കാൻ ബാലകൃഷ്ണൻ തയ്യാറായില്ല. രാജാ രവിവർമ്മയുടെ ശൈലി ചിത്രകലയിൽ പിന്തുടരുന്ന ബാലകൃഷ്ണന്റെ ഗുരു മാവേലിക്കര കൃഷ്ണനാണ്. ഡോക്ടർമാരും എഞ്ചിനീയർമാരും അടങ്ങിയ വലിയ ശിഷ്യസമ്പത്താണ് അദ്ദേഹത്തിനുള്ളത്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരായ EMS നമ്പൂതിരിപ്പാട്, EK നായനാർ, VS അച്യുതാനന്ദൻ എന്നിവരുടെ ചിത്രങ്ങൾ വരച്ച് അവർക്ക് നേരിട്ട് നൽകിയതിൻ്റെ സംതൃപ്തിയും ബാലകൃഷ്ണൻ സ്വന്തം. അതായത് നമ്മുടെ മാവേലിക്കര പെയിൻറ്റിംഗ് സ്കൂളിൽ, ആ മാവേലിക്കര പെയിൻറ്റിംഗ് സ്കൂൾ എന്ന് പറയുന്നത് രാജാ രവിവർമ്മ തമ്പുരാൻ്റെ മകൻ രാമവർമ്മ തമ്പുരാനാണ് സ്ഥാപിച്ചത്. ആ പെയിൻറ്റിംഗ് സ്കൂൾ സ്ഥാപിക്കുമ്പോൾ അതിൽ 10 വിദ്യാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത്. ആ 10 പേരിൽ ഒന്ന് എൻ്റെ ഈ സാറായി കൃഷ്ണൻ സാറാണ്. അപ്പോൾ ചുരുക്കി കൂട്ടി പറഞ്ഞാൽ ഞാൻ യഥാർത്ഥത്തിൽ രാജാ രവിവർമ്മ തമ്പുരാൻ്റെ പാരമ്പര്യക്കാരൻ. കുഞ്ഞുനാളിലേ തന്നെ ഞാൻ സ്വയം ഒരു നല്ല പരിശ്രമിയാണ് എന്തിനെ സംബന്ധിച്ചു. അതുകൊണ്ട് ഇങ്ങനെ ഒരു വൈകല്യം വന്നപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. ആദ്യമേ ഒരു 2-3 ദിവസമൊക്കെ ഇങ്ങനെ ഒരു വലത്ത് കൈ കൊണ്ടായിരുന്നു എഴുതിയതും വരച്ചതും ഒക്കെ. കൊച്ചിലെ 12 വയസ്സിൽ ഈ ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ പിന്നെ അത് അങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി കൈയില്ലല്ലേ എന്നും പറഞ്ഞ് ഇരിക്കാനൊന്നും ഞാൻ തയ്യാറായില്ല. പിന്നെ ഞാൻ ഈ ഇടത്തെ കൈ കൊണ്ട് എഴുതി ശീലിച്ച്. വികലാംഗന്റെ അതിമോഹമെന്ന് കളിയാക്കിയപ്പോഴും തളരാൻ ബാലകൃഷ്ണൻ തയ്യാറായില്ല. 25,000-ഓളം കുരുന്നുകൾക്ക് ചിത്രകലയുടെ ആദ്യപാഠങ്ങൾ പകർന്നു നൽകിയെന്ന ആത്മസംതൃപ്തിയിലാണ് MS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ബാലകൃഷ്ണൻ. ന്യൂസ് ബ്യൂറോ, ചാത്തന്നൂർ.